ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിലാണ്. അപ്പം നാളത്തേക്ക് നമ്മൾ സ്പോട്ട് ചാർട്ടിന്റെ ലെവൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിലുള്ള ഫ്യൂച്ചറിന്റെ ലെവൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് നമുക്ക് നാളെ ഫ്യൂച്ചറിൽ വാച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് നാളത്തേക്ക് ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റിലൊരു ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ, ഒരു ടാർഗറ്റ് ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് 25,284 ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ഒരു ലെവലാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു POC ആണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇമോഷണൽ സെല്ലിംഗ് ആണ്. അപ്പൊ ഇമോഷണൽ സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്തൊരു 2-3 ഡേയ്സിനുള്ളിൽ മാർക്കറ്റ് എന്താണ് അഗെയിൻ ആ ഒരു POC ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അടുത്ത ദിവസം ഈ ഒരു ലെവലിന് മുകളിലോട്ട് മാർക്കറ്റ്, അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈ 25,211 ലെവലിന് മുകളിലോട്ട് മാർക്കറ്റ് ഫ്യൂച്ചർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ടാർഗറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്യണം. അതായത് 23/1 സ്മാർട്ട് മണി ഇവിടുന്ന് എൻട്രി ചെയ്ത ഒരു പ്ലേസ് ആണ്. ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് 25,381 മുതൽ 25,358 വരെയുള്ള ഫ്യൂച്ചറിന്റെ ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നാളെ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സിൽ കാണിക്കുവാണെങ്കിൽ ഒരു ട്രേഡ് താഴേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ മുകളിലോട്ട് ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതാണ് നല്ലത്. അപ്പൊ ഈ ഒരു ലെവലിന് മുകളിലോട്ട് മാർക്കറ്റ് ഒരു നല്ല ഒരു വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്ത് ഒരു സ്മാർട്ട് മണിയുടെ പ്രസൻസ് വന്നെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു അപ്സൈഡ് എഗെയിൻ ഒരു അപ്സൈഡിലേക്കുള്ള ഒരു എൻട്രി ഞാൻ പ്ലാൻ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. ഓക്കെ. ഞാൻ ഡയറക്റ്റ് സ്പോട്ട് ചാർട്ടിലേക്ക് പോവാണ്. സ്പോട്ട് ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യണം. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവല്, അതായത് 25,178 എന്ന് പറയുന്ന ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആണ് മാർക്കറ്റിൽ. അതേപോലെ തന്നെ മാർക്കറ്റ് ഒരു നല്ല ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ലെവല് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്യൂച്ചറിന്റെ ചാർട്ടും കൂടെ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ രണ്ട് ലെവലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ ചാർട്ടിലെ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ POC ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു POC ടച്ച് ചെയ്തിട്ട്, അതായത് 25,284 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ആ, ഒരു വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഇമോഷണൽ സെല്ലിങ്ങിനെ ബേസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ, അതായത് 20/1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഇമോഷണൽ സെല്ലിംഗ് ആണ്. അപ്പം അടുത്ത ഡേയിൽ നോക്കിയാൽ മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് ആ ഒരു POC ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആയി താഴേക്ക് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവല്, അതുപോലെ തന്നെ നാളത്തെ ദിവസവും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആയി താഴേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഒരു റിവേഴ്സൽ പാറ്റേൺ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് അവിടെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പം സ്പോട്ട് പ്രൈസിന്റെ ലെവൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതായത് 25,320 മുതൽ 25,350 ലെവല് ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഈ ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 25,178 ലെവല് ഒരു സപ്പോർട്ടാണ്. ആ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. തികയും മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 25,120 ലെവൽ ചെറിയൊരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ 25,000 to 25,020 ഏരിയ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഇന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ള ആ ഒരു ഏരിയ, അതായത് ഒരു 25,950 to 25,900 വരെയുള്ള ഏരിയ ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ഫർദർ ആയിട്ട് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിന് താഴെ മാത്രമേ എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. 25,900 താഴെ, അല്ലെങ്കിൽ ഒരു 918 ഈ ഒരു ലെവലിന്റെ താഴെ നമുക്കൊരു ഷോർട്ട് സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,850 ലെവൽ ചെറിയൊരു സപ്പോർട്ടാണ്. അപ്പൊ അത് ആ ഒരു ഏരിയയിൽ നിങ്ങൾ പ്രൈസിന്റെ ബിഹേവിയർ നോക്കുക. ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്
ഈ ഒരു ഏരിയ ആണ്. അതായത് 24,600 ലെവലിലേക്ക് മാർക്കറ്റ്, അതായത് ഒരു ഫർദർ ഫാള്, ഒരു ഡൗൺ മൂവ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് 24,920 താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,600 ലെവലാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് പ്രൈസ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 24,800 ലെവല് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ നാളത്തേക്ക് ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ ചാർട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 24,950 മുതൽ 24,918 വരെയുള്ള ഏരിയയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. 25,350 മുതൽ 25,320 ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീക്കിൽ എന്തെങ്കിലും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഒരു ഫർദർ അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാളെ തന്നെ മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെന്നില്ല. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 25,350യുടെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,450 വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതും ഒരു അടുത്ത ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗ് സെഷൻ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസുമായിട്ട് സൂമിലൂടെ ലൈവ് ട്രേഡിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആലിസ് ബ്ലൂവിന്റെ അക്കൗണ്ട് ആ ഒരു റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് നമ്മളോടൊപ്പം ഫ്രീ ആയിട്ട് ലൈവ് ട്രേഡിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു ഒന്നോ അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ലൈവ് ട്രേഡിംഗ് സെഷൻ ഫ്രീ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.